ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കിൽ ഐക്യ കേരള പ്രസ്ഥാനം ഈ ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പല ആവൃത്തി ഈ ഭാഗത്തു നിന്നെല്ലാം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളതാണ്, ഇനിയും പ്രതീക്ഷിക്കാം. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന തീരുമാനം വരുന്നത്. 1920 നാഗ്പൂർ സമ്മേളനം. അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് മലയാളം സംസാരിക്കുന്നവർക്ക് ഒരു ഏകീകൃത സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി ആദ്യ സമ്മേളനം നടക്കുന്നത്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം എന്നാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ആന്ധ്ര കേസരി എന്ന വിശേഷണമുള്ള ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു. അധ്യക്ഷൻ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശം. ഈ മീറ്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു ഈ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഈ മീറ്റിങ്ങിലാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം. അതിൻ്റെ റിസൾട്ടായിട്ടാണ് KPCC ഫോം ചെയ്യുന്നത്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നറിയപ്പെടുന്നു. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി അഥവാ KPCC ഫോം ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കെ മാധവൻ നായർ. കെ മാധവൻ നായരായിരുന്നു KPCCയുടെ ആദ്യ സെക്രട്ടറി. 1923 പാലക്കാട് വെച്ച് രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു. അതിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു 1923 പാലക്കാട് വെച്ച് നടന്ന രണ്ടാം കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്. ഇനി മൂന്നാം സമ്മേളനം നടക്കുന്നത് 1927 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് വെച്ചിട്ടാണ്. മൂന്നാം കേരള കോൺഗ്രസ് സമ്മേളനം കോഴിക്കോട് വെച്ച് 1927. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു BG ഹോർണിമാൻ. അപ്പോൾ ഈ മൂന്ന് സമ്മേളനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത് ഇത് നടന്ന വർഷം, എവിടെ നടന്നു, ആരായിരുന്നു അധ്യക്ഷൻ. മൂന്നെണ്ണം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യ സമ്മേളനം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലം ടി പ്രകാശം. ഇനി രണ്ടാമത് 1923 പാലക്കാട് സരോജിനി നായിഡു. മൂന്നാമത് 1927 കോഴിക്കോട് BG ഹോർണിമാൻ. ക്ലിയർ അല്ലേ? 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1928 പയ്യന്നൂർ സമ്മേളനം. 1928 മെയ് മാസം 25 മുതൽ 27 വരെ പയ്യന്നൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം PYQ ആണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അതുപോലെ തന്നെ 1928 എറണാകുളത്ത് വെച്ച് നടന്ന ഒരു അഖില കേരള കുടിയാൻ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായി ആണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. 1928 എറണാകുളത്ത് വെച്ച് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായി. കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൻ്റെ വേദിയും ചോദിച്ചിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്. വടകരയായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ JM സെൻഗുപ്ത. കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളന വേദി വടകര, അധ്യക്ഷൻ JM സെൻഗുപ്ത. പയ്യന്നൂർ എങ്ങനെയായിരുന്നു? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയമാണ് അവതരിപ്പിച്ചത്. എന്നാൽ വടകരയിൽ വെച്ചിട്ട് എന്താണ് ആവശ്യം? കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊവിൻഷ്യൽ സമ്മേളനമാണ് വടകര. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. വടകര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ JM സെൻഗുപ്ത. 1937 തിരുവനന്തപുരത്ത് വെച്ച് ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനം നടന്നു. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ. 1937 തിരുവനന്തപുരത്ത് വെച്ച് ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സമ്മേളനം നടന്നു. അധ്യക്ഷനായിരുന്നത് പട്ടാഭി സീതാരാമയ്യ. മറ്റൊരു പോയിന്റ്,
1946 ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ വേണ്ടി രൂപീകരിച്ച KPCCയുടെ ഉപസമിതി അധ്യക്ഷനാരാണ്? KP കേശവമേനോനാണ്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ വേണ്ടി രൂപീകരിച്ച ഉപസമിതി, എന്തിൻ്റെ? KPCCയുടെ ഉപസമിതി. ആ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് KP കേശവമേനോനായിരുന്നു. ഈ ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് 1947 ഏപ്രിലിൽ തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഐക്യ കേരള സമ്മേളനം നടന്നു. അതിൻ്റെ അധ്യക്ഷൻ KK എളപ്പനായിരുന്നു. ക്ലിയർ അല്ലേ? KPCC ഉപസമിതി ഫോം ചെയ്തു 1946. ഈ 46 ഫോം ചെയ്ത ഉപസമിതിയുടെ തീരുമാനപ്രകാരമാണ് 1947 ഏപ്രിലിൽ തൃശ്ശൂർ വെച്ചിട്ട് ഐക്യ കേരള സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് KK എളപ്പനാണ്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മൊയ്തു മൗലവിയുടെ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മൊയ്തു മൗലവി പ്രമേയം അവതരിപ്പിച്ചു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാനായിരുന്നു. കൊച്ചി രാജാവായ രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാനായിരുന്നു 1947 തൃശ്ശൂരിൽ KK എളപ്പൻ്റെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഇനി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നടന്ന ഐക്യ കേരള സമ്മേളനം ഏതാണ് എന്നൊരു PYQ ഉണ്ട്. അത് ആലുവ സമ്മേളനമാണ്. അതിൻ്റെയും അധ്യക്ഷൻ KK എളപ്പനായിരുന്നു. 1948 ഫെബ്രുവരി മാസത്തിൽ ആലുവയിൽ വെച്ച് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് KK എളപ്പൻ. അതിൻ്റെ സെക്രട്ടറിയും കൂടി നോട്ട് ചെയ്ത് വെക്കണം. KA ദാമോദര മേനോനായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി. ഇനി കുറച്ച് വിശേഷണങ്ങളൊക്കെ നോക്കാം. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ ഏഴാമനാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. ഐക്യ കേരളം എന്ന കവിത എഴുതിയതാരാണ്? മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മയാണ് ഐക്യ കേരളം എന്ന കവിത എഴുതിയത്. അതുപോലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. ഐക്യ കേരളം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് EMS രചിച്ച കൃതിയാണ് 1.25 കോടി മലയാളികൾ. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത്. ഈ ഭാഗത്തിന് അടുത്തത് തിരുക്കൊച്ചി സംയോജനത്തെക്കുറിച്ചാണ് നോക്കേണ്ടത്. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1-നാണ്. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു. അപ്പോൾ തിരുക്കൊച്ചി സംയോജനം നടന്നതിന് ശേഷം ശ്രീ ചിത്ര തിരുനാളിനെ രാജപ്രമുഖായി നിയമിച്ചു. അതുപോലെ കൊച്ചി രാജാവായിരുന്ന പരീക്ഷത്ത് തമ്പുരാനെ ഉപരാജപ്രമുഖായും നിയമിച്ചു. പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി KK എളപ്പൻ അധ്യക്ഷ സ്ഥാനവും രാജിവെച്ചു. പിന്നീട് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി പറവൂർ TK നാരായണപിള്ള വരികയാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാന മുഖ്യമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള, അവസാന മുഖ്യമന്ത്രിയായിരുന്നത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഇവരെ നമ്മളൊരു കോഡിലൂടെ പഠിച്ചു വെക്കാറില്ലേ? എന്താണ് കോഡ്? പറയൂ കേശവ ജോണിൻ്റെ പട്ടം പനയിലാണോ? എന്താണ്? പറയൂ കേശവ ജോണിൻ്റെ പട്ടം പനയിലാണോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5 പേരെ കിട്ടും. തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിരുന്ന 5 ആളുകൾ ആരൊക്കെയാണ്? പറവൂർ TK നാരായണപിള്ള, പറയൂ കേശവ എന്നല്ലേ? അപ്പോൾ C കേശവൻ രണ്ടാമത്തെ ആള്, ജോണിൻ്റെ പട്ടം മൂന്നാമത്തെ ആള്, AJ ജോൺ നാലാമത്തെ, പട്ടം താണുപിള്ള 5, പനയിലാണോ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. കോഡ് ഒന്നുകൂടി, പറയൂ കേശവ ജോണിൻ്റെ പട്ടം പനയിലാണോ? ആരൊക്കെയാണ്? പറവൂർ TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ എന്നിവരാണ് തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാരായിരുന്നത്. ഇനിയാണ് 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണം. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1. 5 ജില്ലകൾ TK KTM എന്ന കോഡിലൂടെ നമ്മൾ പഠിക്കാറുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നീ 5 ജില്ലകൾ. ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ഉൾപ്പെടുത്തിയാണ് 1956 നവംബർ 1 കേരളം രൂപീകരിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ എന്ത് ചെയ്തു? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതുപോലെ കേരളത്തോട് കൂട്ടിച്ചേർത്ത കർണാടകത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, അതുപോലെ
ഹോസ്ദുർഗ്, കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങളും ആയിരുന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതുപോലെ കർണാടകയുടെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകം. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. മറ്റൊരു ചോദ്യം, തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നത് ആരാണ്? ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ആയിരുന്നു തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി. ഇത്രയും പോയിന്റ്സ് ആണ് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. തുടർന്നും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.